ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദപടം യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം ജൂൺ മാസത്തിൻ്റെ പകുതിയോടെ വരുന്ന നക്ഷത്രഫലങ്ങൾ, അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഗ്രഹസഞ്ചാരം കൂടി ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാസത്തെ ഫലം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. ജൂൺ 14 വരെ ഇടവ മാസവും 15 മുതൽ മിഥുനവുമാണ് മലയാള മാസം സംഭവിക്കുന്നത്. ആദ്യത്തിന് ഇടവം മിഥുനം രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയം. രോഹിണി, മകയിരം, തിരുവാതിര എന്നീ മഴക്കാലത്തിൻ്റെ ഒരു മാതംഗ ഭംഗി നിറഞ്ഞ ഒരു സമയം കൂടി. അതായത് 3 ഞാറ്റുവേലകളും ഈ ജൂൺ മാസത്തിൽ സംഭവിക്കുന്നു. ജൂൺ 10, 11 തീയതികളിലായിട്ടായിരുന്നു വെളുത്തവാവ് നടന്നത്. ജൂൺ 25 കറുത്തവാവ് സംഭവിക്കുന്നു. ഒരു ചന്ദ്രമാസങ്ങൾ എടുക്കുമ്പോൾ ആഷാഢവും ജ്യേഷ്ഠവും ഭാഗികമായിട്ട് ജൂണിൽ വരുന്ന ഒരു സമയം. വ്യാഴം മിഥുനരാശിയിൽ മകയിരം നക്ഷത്രത്തിൽ ജൂൺ 14 മുതൽ തിരുവാതിരയിൽ സഞ്ചരിച്ച് വരുന്ന സമയം. അതൊരു പതിവിലും സാധാരണഗതിയിലും വേഗത്തിലായിരിക്കും വ്യാഴൻ്റെ സഞ്ചാരം. വ്യാഴം ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമായിരിക്കും. ചൊവ്വ ഈ ജൂൺ മാസം 7 കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറി. ആയില്യത്തിൽ നിന്നും മകത്തിലേക്കാണ് ആ രാശിമാറ്റം പകർന്നു വരുന്നത്. ജൂൺ 6 ബുധൻ സ്വക്ഷേത്രമായ മിഥുനം രാശിയിലാണ് പ്രവേശിച്ചത്. ജൂൺ 22 കർക്കിടകത്തിലേക്കും പ്രവേശിച്ചു. മകയിരം മുതൽ പൂയം വരെ നക്ഷത്രങ്ങളിൽ ഈ കാലയളവിലായിരിക്കും ബുധൻ ഉണ്ടായിരുന്നത്. ജൂൺ 8 വരെ ബുധന് മൗഢ്യാവസ്ഥ ഉണ്ടായിരുന്നു. മെയ് 31 മുതൽ ജൂൺ 29 വരെ ശുക്രൻ മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയാണ് 2025 ജൂൺ മാസത്തിൻ്റെ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകാരുടെ നക്ഷത്ര ഫലം പറയുന്നത്. ഇവിടെ അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശുക്രൻ ഏറെക്കുറെ മാസം മുഴുവൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ജീവിതാസക്തിക്കും ഭൗതികമായ നേട്ടങ്ങൾക്കും കാരണമാകുന്നതായിരിക്കും. ശനിയും വ്യാഴവും അനിഷ്ടത്തിൽ തുടരുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ചെലവ് സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതലൊന്ന് ശ്രദ്ധയുണ്ടാവണം അശ്വതി നക്ഷത്ര ജാതകർ. കടബാധ്യതകൾ വരാം, അക്കാര്യത്തിലും കരുതൽ വേണ്ട ഒരു സമയം. പിന്നെ കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയം. അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ശനി ചെയ്യുന്ന പ്രശ്നങ്ങളെ, ശനി വരുത്തുന്ന പ്രശ്നങ്ങളെ രാഹുവിൻ്റെ അനുകൂലതയാൽ കുറച്ചൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. യാത്രകൾ കുറയ്ക്കുന്നത് ആയിരിക്കും ഉത്തമം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഈ ജൂൺ മാസം പകുതി വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ജൂൺ 14 ശേഷം വരുന്ന ദിവസങ്ങളിൽ ജോലിയിൽ മെച്ചവും പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. പഠനത്തിലൊക്കെ മുന്നേറാൻ സാധിക്കും. ജൂൺ 7 പഞ്ചമഭാവത്തിൽ കുജകേതു യോഗം വരുന്നതിനാൽ തന്നെ ആവശ്യമില്ലാത്ത ആലോചനകളും മക്കളുടെ കാര്യത്തിലൊക്കെ മനോദുഃഖവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഈ സമയത്ത് അശ്വതി നക്ഷത്ര ജാതകർക്ക്. തുടർന്ന് ഭരണി നക്ഷത്രമാണ്. കുറച്ചധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. 3-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് കൊണ്ട് തീരുമാനിച്ച കാര്യങ്ങൾ നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. 12 ശനി പല അവസരത്തിലും കർമ്മഭംഗത്തിനും ആലസ്യത്തിനും ഒക്കെ കാരണമാകും. അവിടെയും ചെലവ് കൂടാനിടയുണ്ട്. 5-ാം ഭാവത്തിലെ കുജകേതു യോഗം വേണ്ടാത്ത കാര്യങ്ങൾക്ക് പിടിവാശി കൂട്ടും എന്നുള്ളതാണ്. ഒരാവശ്യവുമില്ലാതെ ഓരോ കാര്യങ്ങൾക്കും വാശി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും.
ഒരു കാര്യത്തിലും ഒരു ആലോചന ഇല്ലാതെ കാട് കയറി ചിന്തിക്കുന്നൊരു സ്വഭാവം, ദൈവീക കാര്യങ്ങൾക്ക് തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇപ്പോൾ നടക്കുന്നൊരു സമയം ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഇതിലിപ്പോൾ തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും. രാഹുവിൻ്റെ സ്ഥിതിയിൽ തന്നെ പറയുകയാണെങ്കിൽ രഹസ്യ വരുമാനം വന്നെത്തും. ആരും അറിയാതെയുള്ള ഒരു ജോലിയിൽ കൂടെയുള്ള വരുമാനം വന്നെത്താനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് പ്രണയ പുഷ്ടി ഉണ്ടാക്കുവാനും ദാമ്പത്യ സൗഖ്യം, ഭോഗസിദ്ധി ഇവയ്ക്കൊക്കെ കാരണമായി തീരും. ജീവിതത്തോട് നേരത്തെ തോന്നി വന്നിരുന്ന അനിഷ്ടം അത് ഇഷ്ടമായിട്ട് മാറി ഭവിച്ച് വരും എന്നുള്ളത് തന്നെ പറയാൻ പറ്റും. തുടർന്ന് കാർത്തിക നക്ഷത്രം, പരാതികളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, അങ്ങനത്തെ സമയമാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചിലരുടെയൊക്കെ അവഗണന മനസ്സിനെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കും. എങ്കിൽ തന്നെയും ജീവിതത്തിൻ്റെ താളവും അതിൻ്റെ ഒരു രീതി, പോക്കും ഒഴുക്കും അഭംഗുരമായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യുമെന്ന് പറയാം. കൂടിയുള്ള ആലോചനകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. സംസാരിക്കുമ്പോൾ വാക്കുകൾ പരുക്കനാവാതിരിക്കുവാൻ അല്ലെങ്കിൽ ധാർഷ്ട്യം ഉണ്ടാവാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. മേടക്കൂറുകാർക്ക് രാഹുവും ഇടവക്കൂറുകാർക്ക് ശനിയും ഹിതകാരികളായിരിക്കും. പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം തന്നെ ഉണ്ടായി വരും, തെളിഞ്ഞു വരും എന്നുള്ളതാണ്. സ്വാശ്രയ വ്യാപാരത്തിൽ നിന്നും മോശമല്ലാത്ത രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാവുന്നതായിരിക്കും. മേലധികാരികളുടെ അപ്രീതി ചെറിയ വിഷമങ്ങൾക്ക് കാരണം ആകും. ഇനി വീട്ടമ്മമാർക്ക് നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാം അല്ലെങ്കിൽ സമ്മാനമായിട്ട് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിഥികളെ സൽക്കരിക്കുവാനും അവരുടെ പ്രശംസാ വചനങ്ങൾ കേൾക്കുവാനും സാധിക്കുന്നതായിരിക്കും. തുടർന്ന് രോഹിണി നക്ഷത്രം, ജന്മത്തിലും 2ാം ഭാവത്തിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ദേഹക്ലേശവും അലച്ചിലും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ശുക്രൻ 12ലും വ്യാഴൻ 2ലും ബുധൻ രാശിയിലും സഞ്ചരിക്കുകയാൽ സാമ്പത്തികോന്നതി, സാമൂഹിക അംഗീകാരം, തൊഴിൽ വളർച്ച എന്നിവ പ്രതീക്ഷിക്കാം. മനസ്സിനകത്തുള്ള വികാര വിചാരങ്ങൾ എന്തായാലും അവയൊക്കെ ഒന്ന് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു സമയമാണ്. സദസ്സുകളിലൊക്കെ കുറച്ച് ആൾക്കാർ കൂടുന്നിടത്തുകളിലൊക്കെ ബഹുമാനിക്കപ്പെടും എന്നുള്ളതാണ്. 11ലെ ശനി പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളിൽ അതായത് ആ പാരമ്പര്യമായിട്ടുള്ള മഹിമകളിൽ അംഗീകാരത്തിന് കാരണക്കാരനാകും. സ്വതസിദ്ധമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. തുടർ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്നതാണ്. ചൊവ്വയും കേതുവും 2 ആഴ്ച മുതൽ 4ാം സ്ഥാനത്ത് ഒത്തുചേരുന്നത് കൊണ്ട് വാഹനം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഗൃഹസൗഖ്യവും അതായത് വീട്ടിൻ്റെ അകത്തുള്ള കുടുംബപരമായിട്ടുള്ള ഒരു സുഖം കുറവുണ്ടാവും എന്ന് തന്നെ പറയാം. തുടർന്ന് മകയിരം നക്ഷത്രം, മാസത്തിൻ്റെ പകുതി വരെ ഇപ്പോൾ കഴിഞ്ഞ സമയമാണ്. വ്യാഴം ജന്മനക്ഷത്രത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ജൂൺ 8 മുതൽ മകയിരം ഞാറ്റുവേല തുടങ്ങി ദേഹാസ്വസ്ഥ്യം കുറയുന്ന കാലമായിരിക്കും. ജൂൺ 7 ശേഷം ജന്മനക്ഷത്രാധിപനായ ചൊവ്വയുടെ നീചം തീരുന്നത് കൊണ്ട് തന്നെ ആത്മവിശ്വാസം ഉയരുന്ന ഒരു സമയമായിരുന്നു. ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ മടിയുണ്ടാവില്ല. മിഥുനക്കൂറുകാർക്ക് പ്രബലന്മാരുടെ പിന്തുണ ഉണ്ടാവുന്നതായിരിക്കും. ഭൂമിപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ ധനവരവ് പ്രതീക്ഷിക്കാം. പ്രവാസ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് ശനി കാര്യതടസ്സം ഒഴിവാക്കി ലക്ഷ്യം നേടിക്കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. എന്നാൽ മിഥുനക്കൂറുകാർക്ക് ശനി രാഹു യോഗം തൊഴിലിൽ ആസല്യം ഉണ്ടാക്കും, തൊഴിലിൽ മന്ദത സൃഷ്ടിക്കും എന്ന് തന്നെ പറയാൻ പറ്റും. തുടർന്ന് തിരുവാതിര നക്ഷത്രമാണ്. വ്യാഴം, ശനി, ആദിത്യൻ എന്നിവ അനുകൂലത്തിൽ അല്ലാത്തതിനാൽ വ്യക്തിപരമായും തൊഴിൽപരമായിട്ടുമൊക്കെ പിരിമുറുക്കം ഉണ്ടാകും എന്നുള്ളതാണ്. ചെറിയ നേട്ടങ്ങൾ കൂടുതൽ പ്രയത്നം ആവശ്യമായിട്ട്, ചെറിയ നേട്ടങ്ങൾക്ക് തന്നെ കൂടുതലായിട്ട് പ്രയത്നിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ സംഘടനകൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ സംഘടനകളിൽ നിന്ന്
മുന്നേറ്റം ഉണ്ടാകാനാവില്ല. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ വിരോധം ഉണ്ടാകും. ബിസിനസ്സിൽ നിലവിലെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പഴയ സ്റ്റോക്കുകൾ ഒക്കെ വച്ചിരിക്കുന്നവർക്ക് അത് എത്രയും പെട്ടെന്ന് വിറ്റ് തീർക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. തൽക്കാലം കൂടുതൽ പണം ഒന്നിലും മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. ശുക്രൻ, ബുധൻ, ചൊവ്വ, കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തുണ്ടാക്കി തരും. തുടർ വിദ്യാഭ്യാസത്തിൽ ആഗ്രഹം നേടാനാവും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ അതിജീവിക്കും. വ്യവഹാരത്തിൽ വിജയിക്കുവാൻ സാധിക്കും. പ്രണയ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും. കുടുംബസമാധാനം സാമാന്യമായ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. തുടർന്ന് പുണർതം നക്ഷത്രത്തിൽ വരുമ്പോൾ തൊഴിൽ രംഗത്ത് പലതരം ആശയക്കുഴപ്പങ്ങളുണ്ടാകും. പ്രായോഗികമായി ചില തടസ്സങ്ങളും വന്നു ചേരുന്നതാണ്. ലക്ഷ്യം നേടാനായി കൂടുതലായിട്ട് അധ്വാനിക്കേണ്ട ആവശ്യകതയുണ്ടാകും. സഹപ്രവർത്തകരുടെ ഉപദേശം ചിലപ്പോൾ ചില സമയത്തൊക്കെ ഗുണം ചെയ്യാം എന്നുള്ളതാണ്. വീട് വാങ്ങുവാനോ ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും. കടം വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ കച്ചവടങ്ങൾ, ബിസിനസ്, നിക്ഷേപം എന്നിവ ഒക്കെ കടം വാങ്ങി ചെയ്യുന്നതൊക്കെ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ പറയാം. ചടുലമായിട്ടുള്ള നീക്കങ്ങളെക്കാൾ ക്ഷമാപൂർവമായ കാത്തിരിപ്പാവും ഏറ്റവുമായി നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്നൊരു സമയം. സർക്കാരിൽ നിന്നുള്ള അനുമതികളൊക്കെ വൈകി വരാനുള്ള സാധ്യതയുണ്ട്. സഹോദര സ്ഥാനം കൊണ്ട് ഗുണമുണ്ടാകും. വില കൂടിയ ആടയാഭരണങ്ങൾ, സുഗന്ധ ലേപനങ്ങളൊക്കെ വാങ്ങുവാനും ഇടയുള്ളൊരു സമയമാണ്. തുടർന്ന് പൂയം നക്ഷത്രം. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ഗ്രഹാനുകൂല്യം ഇല്ലാത്തൊരു കാലമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്ത് വളർച്ച ഉണ്ടാവുമെങ്കിലും വിപുലീകരണത്തിന് അതിന് ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. അത് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. നിലവിലെ സ്ഥിതി മുടക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. വാക്സ്ഥാനത്ത് ചൊവ്വ അല്ലെങ്കിൽ ശിഖിയോഗം വരുന്നത് കൊണ്ട് സംഭാഷണം ശത്രുക്കളെ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. കുടുംബത്തിൽ സ്വൈരത കുറയും. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ഇടയുണ്ടാകും. ജോലി ഉപേക്ഷിച്ചാൽ പുതിയ ജോലി നേടിയെടുക്കുവാൻ വിഷമം ഉണ്ടാകുന്നൊരു സമയം. ചെലവ് ചെയ്യുന്നതിൽ മിതത്വം വേണ്ട സന്ദർഭം. വിദേശയാത്രകൾക്ക് അവസരം വന്നു ചേരും. പഠന താല്പര്യങ്ങൾ അങ്ങനെയുള്ള പഠനത്തിൽ അതിനുള്ള ഉപരിപഠനത്തിനൊന്നും തടസ്സങ്ങൾ വരികയില്ല ഈ സമയത്ത്. രാഹുവിൻ്റെ അഷ്ടമസ്ഥിതി വിഷാദ ചിന്തകൾ സൃഷ്ടിക്കുന്നൊരു സമയമായിരിക്കും. സ്വന്തം കഴിവുകളിൽ വിശ്വാസം കുറയുകയും പരാജയഭീതി കൂടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. തുടർന്ന് ആയില്യം നക്ഷത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നക്ഷത്രനാഥനായ ബുധൻ്റെ അനുകൂലമായിട്ടുള്ള സഞ്ചാരങ്ങൾ ഗുണഫലങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം. ജൂൺ പകുതി വരെ ആദിത്യൻ ലാഭഭാവത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ആ ഒരു സഞ്ചാരത്തിൽ തന്നെ വ്യാപാരത്തിൽ നല്ല രീതിയിലുള്ള നീക്കങ്ങളൊക്കെ ബലത്തിൽ കാണാൻ സാധിക്കും. അത് വിജയിക്കുവാൻ സാധിക്കും. ഔദ്യോഗികമായിട്ടുള്ള ഗുണമുണ്ടാവുന്ന കാലമായിരിക്കും. എന്നാൽ രാഹുകേതുക്കളും ചൊവ്വയും പ്രതികൂലത്തിലാകുന്നത് കാരണം ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധയുണ്ടായിരിക്കേണ്ട സമയം. വാക്ക്, കർമ്മം അതിലൊക്കെ പൊരുത്തപ്പെടുവാൻ വിഷമിക്കുന്ന ഒരു സമയമായിരിക്കും. കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും എതിർത്ത് സംസാരിക്കേണ്ട സന്ദർഭങ്ങൾ വന്നു ചേരും. വ്യവഹാരങ്ങൾ, ബിസിനസ് പിന്നെയും അതൊക്കെ കുറച്ചൊന്ന് തടസ്സത്തിലൂടെ ചെറുതായിട്ട് രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. പെട്ടെന്നൊരു കയറ്റം ഉണ്ടാകത്തില്ല. പുതിയ ജോലിക്കായി കാത്തിരിപ്പ് അനിവാര്യമായിട്ടുണ്ടാവും. തീർത്ഥാടനം ചെയ്യാനുള്ള യോഗം വന്നു ചേരും. വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. തുടർന്ന് മകം നക്ഷത്രം പറയുമ്പോൾ ആദിത്യൻ 10, 11 ഭാവങ്ങളിലും വ്യാഴം 11ലും സഞ്ചരിക്കുന്നത് തൊഴിൽപരമായി വളർച്ചയും നേട്ടങ്ങളും ഉണ്ടാവും. ശുക്രനും ബുധനും കൂടി അനുകൂലത്തിലാണ്. അതിനാൽ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ രമ്യമായ അന്തരീക്ഷത്തിൽ മനസ്സന്തോഷത്തോടെ ജോലി ചെയ്യുവാനും കരാർ പണികൾ നീട്ടിക്കിട്ടുന്നതുമൊക്കെ ഉള്ള ഒരു സമയം. പഠനകാര്യങ്ങളിൽ
തുടർച്ച കിട്ടും. ഉപരിപഠനത്തിനുള്ള സാധ്യത വന്നു ചേരും. രാഹു, ശനി എന്നീ ഗ്രഹങ്ങൾ 7-ൽ സഞ്ചരിക്കുന്നത് പ്രണയം അല്ലെങ്കിൽ ദാമ്പത്യം എന്നിവയെ സാരമായി ബാധിക്കുന്നൊരു സമയമാണ്. നവദമ്പതികൾക്കിടയിൽ കലഹങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചൊവ്വയും കേതുവും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, വൈകാരിക പിരിമുറുക്കങ്ങൾ എന്നിവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് പൂരം നക്ഷത്രം. ഗ്രഹങ്ങൾ രണ്ട് ചേരികളിലായിട്ട് തിരിഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ. ആദിത്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം എന്നിവ ഗുണഫലങ്ങൾ നൽകും. അതായത് തൊഴിൽ, വരുമാനം മുതലായവ മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ സാധിക്കും. ജോലി തേടുന്നവർക്ക് വരുമാന മാർഗം ശരിയായി വരുന്നതാണ്. ഔദ്യോഗികമായിട്ട് സ്വതന്ത്ര ചുമതല ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്കാണെങ്കിൽ ശമ്പള വർധനവുണ്ടാവുന്നതാണ്. വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഉപഭോക്താക്കളെ സ്വാധീനിക്കുവാൻ വ്യാപാരികൾക്ക് സാധിക്കും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യങ്ങൾക്ക് മുടക്കം ഉണ്ടാകുകയില്ല. വിദേശ സ്വപ്നം നിറവേറ്റിയെടുക്കുവാൻ കഴിയും. ചൊവ്വയും കേതുവും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കാരണക്കാരനാകും. വൈദ്യ സഹായം വേണ്ടി വന്നേക്കും. 8-ലും 7-ലും സഞ്ചരിക്കുന്ന ശനിയും രാഹുവും പലതരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പ്രണയഭംഗം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ സ്വൈരക്കേടുകളൊക്കെ വന്ന് സംഭവിക്കുന്നൊരു സമയമായിരിക്കും. ഉത്തരം നക്ഷത്രത്തിനെക്കുറിച്ച് പറയുമ്പോൾ നക്ഷത്രനാഥനായ ആദിത്യന് ശുഭഗ്രഹങ്ങളായ ബുധൻ, വ്യാഴം എന്നിവയുടെ യോഗം വരുന്നത് ഗുണകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. അതായത് മനസാക്ഷി ഉള്ളവരുടെ സഹകരണം നിങ്ങളിലേക്ക് കൈവരുന്നതാണ്. തൊഴിൽ ചെയ്യുന്നിടത്ത് ആശ്വാസം വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം. ചെയ്യുന്ന തൊഴിലിൽ ചിങ്ങക്കൂറുകാർക്ക് നേട്ടങ്ങളുണ്ടാകും. പദവിയിൽ ഉയരുവാൻ സാധിക്കും. വ്യാപാരം, ബിസിനസ് എന്നിവ പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്നൊരു സമയം. കന്നിക്കൂറുകാർക്കാണെങ്കിൽ അക്കാര്യത്തിൽ പൂർണ്ണ വിജയം നേടണമെന്നില്ല. ജന്മരാശിയിലെ കേതുവും ചൊവ്വയും ചിങ്ങക്കൂറുകാരെ അസ്വസ്ഥരാക്കി കൊണ്ടുപോകുമെന്നുള്ളതാണ്. രോഗങ്ങൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ രോഗം കൂടുവാനുള്ളൊരു സാധ്യത, അക്കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു കരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രണയ ജോഡികൾക്ക് കലഹങ്ങൾ ഉണ്ടാവും. അവർക്കിടയിൽ വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കന്നിക്കൂറുകാരുടെ ദാമ്പത്യത്തിലും സ്വൈരത കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. രാഹു അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കന്നിക്കൂറുകാർക്ക് ശത്രുബാധ, കടക്കണി എന്നിവയിലൊക്കെ ആശ്വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തുടർന്ന് അത്തം നക്ഷത്രം. തൊഴിൽപരമായി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാധാരണ പോലെയാവും കാര്യങ്ങളുണ്ടാവുക. വ്യാപാര രംഗത്ത് വലിയ ഉന്മേഷമൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സമയമല്ല. ബിസിനസ്സുകാർക്ക് സീസൺ വെച്ച് നോക്കുമ്പോൾ നേട്ടമുണ്ടായി കാണാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. ശുക്രൻ്റെ അഷ്ടമ ഭാവത്തിലെ സഞ്ചാരം ഭൗതിക സുഖങ്ങൾക്ക് കാരണമാകും. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമായി വരും. പരീക്ഷാ ഫലം ഒട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ വരും. 6-ാം ഭാവത്തിലെ രാഹു രോഗചികിത്സ ഫലപ്രദമാക്കിയെടുക്കും. കടബാധ്യത കുറയും. കേതുവും ചൊവ്വയും 12-ൽ ഒരുമിക്കുന്നത് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമാകും. ഇഷ്ടത്തോട് കൂടിയല്ലാത്ത സഞ്ചാരം, നമുക്ക് തോന്നിയുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇഷ്ടം, ഒരാളുടെ നിർബന്ധത്തിൽ വഴങ്ങി സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. യാത്രകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ സമാധാനമുണ്ടാകും. സാമാന്യമായിട്ടുള്ള പുരോഗതിയും ആ സമയത്ത് വന്നു ചേരുന്നതാണ്. തുടർന്ന് ചിത്തിര നക്ഷത്രം. തുലാക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥിതിയാൽ കാര്യനിർവഹണം സുഗമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദിത്യന് അനുകൂലമല്ലാത്ത സ്ഥിതി വരുന്നതുകൊണ്ട് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, രേഖകൾ, അനുമതികൾ, ലൈസൻസുകൾ എന്നിവയൊക്കെ വൈകി വരാനുള്ള സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അനിഷ്ടം കൂടി സംഭവിക്കും. ചൊവ്വയും കേതുവും 11-ൽ വരുന്നത് നിഗൂഢമായിട്ടുള്ള ധനപ്രാപ്തി, ഭൂമിയിൽ നിന്നും ആദായം എന്നിവയ്ക്കൊക്കെ കാരണമായി വരുന്നൊരു സമയം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സഹോദരൻ്റെ ആനുകൂല്യം വന്ന് ഭവിക്കുന്നതാണ് ജാതകർക്ക്. കന്നിക്കൂറുകാർക്ക് മാസത്തിൻ്റെ 2-ാം പകുതി ഗുണകരമായി വന്ന് ഭവിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം. ഭോഗാനുഭവങ്ങൾ, പാരിതോഷിക ലബ്ധി, നവസംരംഭങ്ങളിൽ വിജയം എന്നിവയൊക്കെ ഭവിക്കുന്നൊരു സമയമാണ്.
തുടർന്ന് ചോതി നക്ഷത്രം. ആദിത്യൻ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിലിടത്തിൽ അലോസരവും ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് ഓഫീസിൽ തന്നെ വിരോധികൾ വരാനിട ഇടയുണ്ട്. പല കാര്യങ്ങളും സ്വന്തം അറിവും കൂടാതെയുള്ള അല്ലെങ്കിൽ ഒപ്പമുള്ളവർ നിങ്ങളുടെ അറിവില്ലാതെ ഒപ്പമുള്ളവർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ അത് നിങ്ങളിൽ തന്നെ വന്ന് ഭവിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക്. ജൂൺ 14 ശേഷം ഈ സ്ഥിതിയിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. കുടുംബകാര്യങ്ങൾക്ക് ഇനിയുള്ള നേരങ്ങൾ, അതായത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ആ ഒരു സാഹചര്യം കണ്ടെത്തും. മക്കളുടെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിക്കുവാനുള്ളൊരു സമയമായിരിക്കും. 5-ലെ രാഹു ചില കാര്യങ്ങളിൽ അവ്യക്തത വരുത്തും. പിന്നെ ശനി സുസ്ഥിതിയാൽ നേട്ടങ്ങൾ അനുഭവിക്കുവാനും കടബാധ്യത കുറയ്ക്കാനാവുന്നതുമാണ്. 11ാം ഭാവത്തിൽ കേതു ചൊവ്വ സംഗമം വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. തീവ്രമായിട്ട് ആഗ്രഹിക്കാത്തവ പോലും സഫലമാക്കി എടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. വിശാഖം നക്ഷത്രം. തുലാക്കൂറുകാർക്ക് പറഞ്ഞു വച്ചിരിക്കുന്ന അവസരങ്ങൾ ലഭിക്കാം. ഉപരി വിദ്യാഭ്യാസത്തിന് അവസരങ്ങളുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. 5ാം ഭാവത്തിലെ രാഹു ചില സമയത്തെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഭൂമി വ്യാപാരം ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വൃശ്ചികക്കൂറുകാർക്ക് അത് വഞ്ചിക്കപ്പെടുവാനോ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുവാനോ ആ ഒരു രീതിയിലൊക്കെ അത് വന്നു ചേരും. വഞ്ചിതരാകാനോ അല്ലെങ്കിൽ ചതിക്കപ്പെടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. വാഗ്ദാനങ്ങൾ വെള്ളത്തിലെഴുതുന്നത് പോലെ ആയിപ്പോവും. സുഹൃത്ത് ബന്ധങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ ഇപ്പോൾ എടുത്തു പറയണം. തൊഴിൽ മാറാൻ ഇപ്പോൾ ഗ്രഹാനുകൂല്യം ഇല്ല എന്ന് തന്നെ പറയാം. വിശാഖം നാളുകാർ നിലവിലെ തൊഴിൽ കഴിയുന്നിടത്തോളം തുടരാൻ ശ്രമിക്കും. പിടിച്ചു നിന്ന് തുടർന്ന് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കണം. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിച്ചാൽ മതി ഈ സമയത്ത്. രോഗീ പരിചരണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയവയ്ക്കൊക്കെ സമയം കണ്ടെത്തുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് അനിഴം നക്ഷത്രം. പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ഗ്രഹങ്ങളൊന്നും അനുകൂലമല്ലാത്ത നിലയിലാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് നിൽക്കുന്നത്. അതിനാൽ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ പറയാം. ആ ഒരു സ്ഥിതിയിലാണ് ഉണ്ടാവുക. അവരുടെ ജാതകം അനുസരിച്ച് ദശാപകാരങ്ങൾ നടക്കുന്ന ഒരു അതിൻ്റെ രീതിയും വച്ച് പറയുമ്പോഴുള്ള ബലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ ഒരു സമയത്ത് ഈ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്ത് അധ്വാനം കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും. പുതിയ ദൗത്യങ്ങളൊക്കെ, പുതിയ ജോലികളൊക്കെ നിറവേറ്റുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ബിസിനസ് പരമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള യാത്രകളിലൊക്കെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. വ്യാപാരത്തിലൊക്കെ ആദായം വന്നു ചേരും. ബിസിനസ് പരമായിട്ടുള്ള ചെറിയ കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. പണയ വസ്തുക്കൾ മേൽപ്പണയം വെച്ച് ചില അത്യാവശ്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. വിദേശത്ത് പോകാൻ അവസരം ഭവിക്കും. മക്കളുടെ പഠനാവശ്യങ്ങൾക്കുള്ള അപേക്ഷകളും കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്ന സമയം. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ സമയം. തൃക്കേട്ട നക്ഷത്രം. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട രേഖകളൊക്കെ കുറച്ചൊന്ന് വൈകിയായിരിക്കും കിട്ടുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച സ്ഥലം മാറ്റം അതും വൈകി തന്നെ വരും. തന്മൂലം ഭാര്യയും ഭർത്താവും രണ്ടു ദിക്കിൽ ജോലി ചെയ്യുന്ന സ്ഥിതിയിലായിരിക്കും വരുന്നത്. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തർക്കങ്ങളുണ്ടാവും. 4ഉം 5ഉം ഭാവങ്ങളിൽ രാഹുവും ശനിയും സഞ്ചരിക്കുന്നത് കൊണ്ട് മനസ്സ് ഒരു സ്ഥിരമായിട്ട് ഒരു രീതിയിൽ നിൽക്കില്ല. ചഞ്ചലമായിട്ടായിരിക്കും മനസ്സിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ആലോചനകൾ തീരുമാനമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കില്ല. അപക്വമായിട്ടുള്ള തീർപ്പുകൾ കൈക്കൊള്ളും. അതിനും സാധ്യതയുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ വരുത്താതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം. പഴയ കടങ്ങൾ അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനപിന്തുണ കുറഞ്ഞെന്ന് വരാം. സംരംഭ കാര്യങ്ങളിൽ കുറച്ചൊന്ന് ക്ഷമ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. മൂലം നക്ഷത്രം. ജീവിതം സ്വസ്ഥതയിലേക്ക് നീങ്ങുന്ന കാലമായിരിക്കും. സാഹചര്യങ്ങൾ സാമാന്യം അനുകൂലതയിലെത്തും. നിലവിൽ ചെയ്തു പോരുന്ന തൊഴിൽ തുടരാനുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കും. അതായിരിക്കും നല്ലതും ഉത്തമവും. ജോലിയില്ലാതെ വിഷമിച്ചവർക്ക് അവരുടെ അർഹതയ്ക്കനുസരിച്ച് ഉള്ള നിയമനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്.
ദൂര ദിക്കിലായിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് തന്നെ ജോലിക്ക് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകൾക്ക് ലൈസൻസ് ലഭിക്കുന്നതാണ്. മക്കളുടെ ഭാവി കാര്യങ്ങൾ സംബന്ധിച്ച ഉത്കണ്ഠകൾക്ക് പരിഹാരമൊക്കെ ഉണ്ടാവുന്ന സമയം. രാഹുവിൻ്റെ 3-ാം ഭാവത്തിലെ ഇഷ്ടസ്ഥിതി 4-ാം ഭാവത്തിലെ കണ്ടക ശനിദോഷത്തെ മറികടക്കുവാൻ പറ്റുന്നതാണ്, തടയാൻ പര്യാപ്തമാണ് എന്ന് തന്നെ പറയാം. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനമൊക്കെ സ്വരൂപിക്കാൻ കഴിയും. 9-ലെ കുജകേതു സംഗമം പിതാവിന് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. മൂലം നക്ഷത്ര ജാതകരുടെ പിതാവിന് ദുഃഖം, ക്ലേശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. പൂരാട നക്ഷത്രം ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നതായിരിക്കും. കർമ്മരംഗത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടും. തടസ്സത്തിൽ കിടക്കുന്ന വരുമാന മാർഗം തുറന്നു കിട്ടുന്നതായിരിക്കും. തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആസൂത്രണം പുരോഗമിക്കും. പുതിയ സാങ്കേതിക മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തി പരിഹരിക്കാൻ ശ്രമിക്കും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഭാഗികമായിട്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഭാഗികമായിട്ടുള്ളൊരു മോചനം കിട്ടുന്നതായിരിക്കും. എന്നാൽ അധിക സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കാതിരിക്കുവാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പഴയ വീട് പുതുക്കുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. സഹോദരൻ, മാതാവ് എന്നിവർക്ക് സുഖം കുറഞ്ഞ കാലമായിരിക്കും. മക്കളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ ശുഭഫലങ്ങൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. ഉത്രാട നക്ഷത്രം നക്ഷത്രാധിപനായ ആദിത്യന് ബുധ-വ്യാഴയോഗം വരുന്നതിനാൽ മാനസിക നിലവാരം ഉയരുവാനും ജീവിതാവസ്ഥകൾ മെച്ചപ്പെടുവാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളൊരു ബോധത്തോടു കൂടിയുള്ള കാര്യനിർവഹണത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. തൊഴിലിടത്തിൽ സമാധാനം പ്രതീക്ഷിക്കാം. ധനുക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും മകരക്കൂറുകാർക്ക് 2-ാം പകുതിയും ഗുണകരമായിട്ടായിരിക്കും ഭവിക്കുന്നത്. ഊഹക്കച്ചവടത്തിൽ മെച്ചം വന്നു ചേരുന്നതാണ്. വൃദ്ധജനങ്ങളുടെ പരിചരണത്തിന് സമയം കണ്ടെത്തും. ബന്ധുകലഹത്തിൽ ഇടപെടുന്നത് അത് ദുഷ്പേരിന് കാരണമായി തീരും. പാപഗ്രഹങ്ങൾക്ക് സ്വാധീനം കൂടുന്ന കാലമായതുകൊണ്ട് തന്നെ സർവ്വകാര്യങ്ങളിലും കരുതൽ ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്തുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. കലാപ്രവർത്തനത്തിലൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. തിരുവോണം നക്ഷത്രം ഗ്രഹനിലയുടെ ഒരു ദുർഘടം സൂചിപ്പിക്കുന്നതിനേക്കാൾ നല്ല ഫലം ജീവിതം കൊണ്ടുണ്ടായെന്ന് വരാം എന്നുള്ളതാണ് പറയുന്നത്. ശനിയുടെയും ശുക്രൻ്റെയും അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും അത് വന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പര്യാപ്തമായിട്ടുള്ളൊരു സമയമാണ്. തടസ്സങ്ങളൊക്കെ മാറിപ്പോയിട്ട് വാക്സ്ഥാനത്തെ രാഹുസ്ഥിതി ആ ഒരു സ്ഥിതി കൊണ്ട് തടസ്സങ്ങളൊക്കെ അകന്നു പോകും. നമ്മളുടെ വാക്ക്, നമ്മൾ പറയുന്ന വാക്കിൻ്റെ ഒരു ഇത് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും കളവ് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ആ രീതിയിലേ പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ആദിത്യൻ കൂടുതൽ അനുകൂലനായിട്ടായിരിക്കും കാണുന്നത്. വ്യാഴം 6-ാം ഭാവത്തിൽ വരും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അംഗീകരിക്കുന്നവർ ശത്രുവാകാനിടയുണ്ട്. ബുധസഞ്ചാരം തെളിഞ്ഞും മറഞ്ഞുമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഉപരിപഠനത്തിൽ ഒരു വ്യക്തതയും ഉണ്ടാവില്ല. മാസാദ്യം 7-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ 8-ലേക്ക് മാറി ശിഖിയുമായി ചേരുന്നത് ശുഭഫലങ്ങൾ ഉണ്ടാവുകയില്ല. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. അവിട്ടം നക്ഷത്രം വരുമ്പോൾ നക്ഷത്രാധിപൻ ചൊവ്വ ആദ്യ ആഴ്ച കഴിയുമ്പോൾ നീചക്ഷേത്രത്തിൽ നിന്നും മാറുന്നത് കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാക്കും. ഈ മാസത്തിൻ്റെ ആദ്യത്തെ കാര്യമാണ്. എന്നാൽ കേതുവുമായി യോഗം ചേരുന്നത് കൊണ്ട് ദുർജനങ്ങളുമായിട്ടുള്ള സഹവാസം കൂടും എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇനി ശ്രദ്ധയുണ്ടാവണം. വാഹനം കൈകാര്യം ചെയ്യുന്നതിലും ജാഗ്രത ആവശ്യമാണ്. വ്യാപാരികൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രം ആവിഷ്കരിക്കുവാൻ സാധിക്കും. അധിക വായ്പ ബിസിനസ്സിൽ സ്വീകരിക്കുന്നത് ഭാവിയിൽ അത് ദോഷമുണ്ടാകും. കുടുംബ ഭദ്രതയ്ക്കായി ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും. മകന് അല്ലെങ്കിൽ മക്കൾക്ക് പരീക്ഷ വിജയത്തിനായിട്ടുള്ള ഉപഹാരം എന്ന നിലയിൽ വാഹനങ്ങൾ വാങ്ങി നൽകാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും. കൂട്ടുത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുന്ന സഹപ്രവർത്തകരോട് ശത്രുത ഉണ്ടായി വരാം. ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് പറയുന്നു. പാരമ്പര്യ വസ്തു വിൽക്കുവാൻ
ശ്രമം നടത്തുന്ന ഒരു സമയം കൂടിയാണ്. ചതയം വരുമ്പോൾ ജന്മ രാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ചില പ്രശ്നങ്ങളെ സങ്കീർണമായിട്ട് തന്നെ കാണും. 2ാം സ്ഥാനത്ത് വരുന്ന ശനി മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ കള്ളം പറയിപ്പിക്കുന്നതായിരിക്കും. ധനപരമായിട്ടുള്ള കൃത്യതയുണ്ടാവണം എന്ന് തന്നെ പറയാം. 7ാം ഭാവത്തിലായി ജൂൺ രണ്ടാമത്തെ ആഴ്ച മുതൽ ചൊവ്വയും കേതുവും ഇണങ്ങുന്നത്, അതായത് വന്നു ചേരുന്നത് പ്രണയത്തിൽ ഭിന്നസ്വരങ്ങൾ ഉയർത്തും എന്നുള്ളത് പറയുന്നു. പിടിവാശി, ശാഠ്യം കുടുംബജീവിതത്തിൽ സ്വൈരക്കേടുണ്ടാക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും മാറി പിൻവാങ്ങും എന്നുള്ളതും പറയുന്നുണ്ട്. ശത്രുക്കളുടെ ഉപാജപങ്ങൾ ഫലിക്കുന്നതായിരിക്കും. 5ാം ഭാവത്തിലെ വ്യാഴസഞ്ചാരം ദുരിതങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതായിരിക്കും. ആഗ്രഹിച്ച വിഷയങ്ങളിൽ പഠിക്കാൻ അവസരം വന്നു ചേരും. രോഗക്ലേശിതർ പാരമ്പര്യ ചികിത്സ പ്രയോജനപ്പെടുത്തുവാനുള്ള മനസ്സ് കാണിക്കും, അതിന് സന്നദ്ധരാകും. ധ്യാനം, യോഗ മുതലായവ ശീലിക്കേണ്ട സമയം കൂടിയാണ്. പൂരുരുട്ടാതി നക്ഷത്രം. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവും. സമയബന്ധിതമായിട്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല. ഏകാഗ്രത ഉണ്ടാവാൻ സാധ്യത കുറവാണ്. യാഥാർത്ഥ്യബോധം കുറയുന്നതായിരിക്കും. അത് ചിലപ്പോൾ കഠിനമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ് വന്നു ചേരുന്നത്. പകുതിയിൽ ഉപേക്ഷിക്കുവാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചുമതലകളൊക്കെ പകുതിയിൽ അങ്ങ് ഉപേക്ഷിച്ച് പോകും. ജോലിയിൽ അസംതൃപ്തി ഉണ്ടാകുന്ന കാലമായിരിക്കും. കഴിവതും ജോലി ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ പിടിച്ചു നിന്ന് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വരുമാന മാർഗത്തിൽ കുറവുണ്ടാവും. ബന്ധുക്കളുടെ ഒരു ധാർഷ്ട്യം, അതിന് കുറച്ചൊരു മാറ്റം ഉണ്ടാവും. വ്യാഴൻ്റെ സൽഭാവസ്ഥിതി ജീവിതത്തെ ഒന്ന് നേരെ കൊണ്ടുപോകാൻ നേരെ നടത്തുവാൻ ശ്രമിക്കുന്നതാണ്. മക്കളുടെ ശ്രേയസ് അല്ലെങ്കിൽ അവരുടെ വിജയങ്ങളൊക്കെ ആശ്വാസമേകുന്ന കാര്യങ്ങളാണ്. ഉപാസനകൾക്ക് തടസ്സം ഉണ്ടാവില്ല. വിവാഹാലോചനകൾക്കൊക്കെ നല്ല തീരുമാനത്തിലെത്താൻ അല്പം കൂടി ഒന്ന് കാത്തിരിക്കേണ്ട ഒരു ആവശ്യകത കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. തുടർന്ന് ഉത്രട്ടാതി നക്ഷത്രം. ശനി ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലാണ്. രാഹു 12ൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹസ്ഥിതി രണ്ടും അനുകൂലമല്ലാത്തൊരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ, ദുർവ്യയം, പതനഭയം എന്നിവയ്ക്കൊക്കെ രാഹു കാരണമാകും. ദേഹക്ലേശങ്ങൾ അല്ലെങ്കിൽ മനോദുഃഖങ്ങൾ, ആലസ്യം, നേട്ടങ്ങളില്ലാതാവുക തുടങ്ങിയൊക്കെ ശനി മൂലം വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ്. 3ലെ ആദിത്യൻ്റെ സഞ്ചാരം മാസാദ്യം ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമായിരുന്നു. മേലധികാരികൾ നിലപാടുകളെ അംഗീകരിക്കും. 6ാം ഭാവത്തിലെ കേതുവും ചൊവ്വയും പല തടസ്സങ്ങളെ മറികടക്കുന്നതിന് കാരണമാകും. സംഘടനകളിൽ സ്വാധീനം ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ്. നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുവാനും അത് തുടർന്ന് നടത്തിക്കൊണ്ടുപോകാനും സാധിക്കും. വിൽക്കാതെ കിടക്കുന്ന ഭൂമി വിൽക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ വിജയം വന്നു ചേരുന്നതായിരിക്കും. തുടർന്ന് രേവതി നക്ഷത്രം. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഭാഗികമായിട്ട് വിജയിക്കും. കർമ്മരംഗത്ത് സമാധാനം പ്രതീക്ഷിക്കാം. പ്രോജക്റ്റുകളുടെ നടത്തിപ്പുകളിലൊക്കെ വിജയം വന്നു ചേരുന്നതാണ്. പൊതുപ്രവർത്തകർ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകും എന്നുള്ളൊരു സമയം കൂടിയാണ്. കൂടുതൽ ആദായം ലഭിക്കുന്ന നിക്ഷേപങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും മുന്നേ തന്നെ അവയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കൂ എന്നുള്ളതാണ്. ജന്മത്തിലെ ശനിയും 12ലെ രാഹുവും പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ ഉണ്ടാക്കുവാനുള്ള വന്നു ചേരുന്നൊരു സമയമാണ്. ആരോഗ്യപരമായി എല്ലാ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട സമയം. ഈ സമയത്ത് ദുർശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുവാനുള്ള സാധ്യതയുള്ളതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം വേണ്ടതാണ്. അത്യാവശ്യമായ കാര്യങ്ങളാണ്. ദുർശീലങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോവുക. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരാം. ചൊവ്വയും കേതുവും 6ാം ഇടത്തിൽ നിൽക്കുന്നത് കൊണ്ട്, അതായത് യോഗം ചെയ്യുന്നത് കൊണ്ട് പല നിലയ്ക്കും ഗുണകരമായിട്ട് ഭവിക്കും. ബിസിനസ് പരമായി വിജയവും ഭൂമി ലാഭവും ഫലങ്ങളിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ ജൂൺ മാസം പകുതി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹസ്ഥാനങ്ങളും ഈ 27 നക്ഷത്ര ജാതകരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.